2025 ഏറ്റവും പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത മാത്സ് ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് 5 വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 13ലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ പേജ് നമ്പർ 13ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സീ ദീസ് പിക്ചേഴ്സ്. 4 പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സബ് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? അതായത് ഈ ഓരോ ചിത്രത്തിലും എത്ര ചെറിയ സ്ക്വയറുകൾ ഉണ്ടെന്നാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആദ്യത്തെ പിക്ചറിൽ നമുക്ക് 2 സ്ക്വയർ കാണാൻ പറ്റും. ഈ മുകളിൽ കാണുന്നത് ഒരു സ്ക്വയർ ആണ്, താഴെ കാണുന്നത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ മൊത്തം 2 സ്ക്വയർ ഉണ്ട്. അപ്പൊ 1, 2. ആദ്യത്തെ പിക്ചറിൽ 2 സ്ക്വയർ ഉണ്ട്. സ്മോൾ സ്ക്വയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്മോൾ സ്ക്വയേഴ്സ് തന്നെ നമ്മൾ കൗണ്ട് ചെയ്യാം. ഇനി അടുത്ത പിക്ചറിൽ 1, 2, 3, 4. അപ്പൊ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഈ കാണുന്ന വലിയ സ്ക്വയറും ഒരു സ്ക്വയർ അല്ലേ എന്ന്. പക്ഷെ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്മോൾ സ്ക്വയേഴ്സ് ആയിരിക്കണമെന്ന്. അപ്പൊ 1, 2, 3, 4 ഇതെല്ലാം എന്താണ്? സ്മോൾ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ അടുത്ത പിക്ചറിൽ 4 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി അടുത്ത പിക്ചർ 1, 2, 3, 4, 5, 6. എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 6. അടുത്ത പിക്ചറിൽ 1, 2, 3, 4, 5, 6, 7, 8. എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 8 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ 2, 4, 6, 8 എന്നാണ്. അത് നമുക്കൊരു സീക്വൻസ് ആയിട്ട് എഴുതാം. അപ്പൊ ആദ്യത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ 2, 4, 6, 8. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്ന് നമ്മൾ എഴുതണം. ആദ്യത്തെ പിക്ചറിൽ 2 സ്മോൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ. 1, 2. പിന്നെ ഈ കാണുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിനൊരിക്കലും സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യത്തെ ഫിഗറിൽ 0 ആണ് ലാർജ് സ്ക്വയറിന്റെ എണ്ണം. ഇനി അടുത്ത പിക്ചറിൽ ഇതൊരു വലിയ സ്ക്വയർ ആണ്. ഇനി വേറെ വലിയ സ്ക്വയർ ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല. അടുത്ത ഫിഗറിൽ 1 ആണ് ലാർജ് സ്ക്വയറിന്റെ എണ്ണം. ഈ കാണുന്നത് ഒരു ലാർജ് സ്ക്വയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാണുന്നതും ഒരു ലാർജ് സ്ക്വയർ ആണ്. അപ്പോ 2 ലാർജ് സ്ക്വയർ ആണ് മൂന്നാമത്തെ പിക്ചറിലുള്ളത്. അടുത്ത പിക്ചറിൽ ഇതൊരു ലാർജ് സ്ക്വയർ ആണ്, ഇതൊരു ലാർജ് സ്ക്വയർ ആണ്, അതുപോലെ തന്നെ ഇതും ഒരു ലാർജ് സ്ക്വയർ ആണ്. അപ്പൊ 1, 2, 3 ലാർജ് സ്ക്വയർ ആണ് അടുത്ത പിക്ചറിലുള്ളത്. അപ്പൊ 0, 1, 2, 3. അപ്പൊ ആദ്യത്തെ പിക്ചറിൽ ലാർജ് സ്ക്വയർ ഇല്ല. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ലാർജ് സ്ക്വയർ, അടുത്ത പിക്ചറിൽ 2 ലാർജ് സ്ക്വയർ, അടുത്ത പിക്ചറിൽ 3 ലാർജ് സ്ക്വയർ. അപ്പൊ ഇതിനെയും ഞാൻ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുവാണ്. അപ്പൊ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ 0, 1, 2, 3. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? അതായത് ഈ ഓരോ പിക്ചറിലും മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? അത് ലാർജും ആവാം സ്മോളും ആവാം. അപ്പൊ ആദ്യത്തെ ഫിഗറിൽ 1, 2 സ്മോൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്ക്വയർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോ 2. ഇനി അടുത്ത ഫിഗറിൽ 1, 2, 3, 4. പിന്നെ ഇത് മൊത്തത്തിൽ ഈ കാണുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. അപ്പൊ 5 സ്ക്വയർ. ഇനി അടുത്ത ഫിഗറിൽ 1, 2, 3, 4, 5, 6. ഈ 6 സ്മോൾ സ്ക്വയറിന്റെ കൂടെ ഈ കാണുന്നത് ഒരു സ്ക്വയർ ആണ്, 7. ഈ കാണുന്നതും ഒരു സ്ക്വയർ ആണ്, 8. അപ്പൊ നമുക്കിവിടെ 8 സ്ക്വയർ കിട്ടും ടോട്ടൽ. അടുത്ത ഫിഗറിൽ 1, 2, 3, 4, 5, 6, 7, 8. 8 സ്മോൾ സ്ക്വയർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ 9ാമത്തെ സ്ക്വയർ, 10ാമത്തെ സ്ക്വയർ, 11ാമത്തെ സ്ക്വയർ. അപ്പൊ മൊത്തം 11 സ്ക്വയർ ഉണ്ട്. അപ്പോ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ്? 2, 5, 8, 11. അപ്പൊ ഇതൊരു സീക്വൻസ് ആയിട്ട് എഴുതുക. 2, 5, 8, 11. ഇനി ഈ ക്വസ്റ്റ്യന്റെ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് എബവ് അരിത്തമെറ്റിക് സീക്വൻസസ്? അതായത് നമ്മൾ ഈ പിക്ചറിന്റെ പാറ്റേൺ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ 3 സീക്വൻസ് ഉണ്ടല്ലോ, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണമെങ്കിൽ അതിന്റെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സീക്വൻസിനകത്ത് ഇവിടെ 4 - 2 ചെയ്താൽ നമുക്ക് 2 കിട്ടുക.
6 - 4 ചെയ്താലും 2 കിട്ടുക, 8 - 6 ചെയ്താലും 2 കിട്ടുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ ഈ ആദ്യത്തെ സീക്വൻസ് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി അടുത്ത സീക്വൻസ് നിങ്ങൾ നോക്കുക. ഇവിടെ 1 ഉം 0 ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അതുപോലെ തന്നെ 2 ഉം 1 ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 3 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്. ഇതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മൂന്നാമത്തത് 5 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 8 ഉം 5 ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 11 ഉം 8 ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ ഈ 3 സീക്വൻസും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് എഴുതാം? If we continue the pattern of pictures, all the above sequences are arithmetic sequences. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 13-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In the picture below, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. അതായത് നമ്മൾ ഈ താഴെ കാണുന്ന ലൈനിൽ നിന്നും മുകളിലേക്ക് വരയ്ക്കുന്നത് ഈ ലൈൻസ് നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ബോട്ടം ലൈനുമായിട്ട് ഈ ഓരോ ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ ലൈനും എന്താണ്? ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഈ 2 ലൈൻ തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെയും വരുന്നത്, അതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെയും വരുന്നത്. അതായത് അടുത്തടുത്തുള്ള 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് പറയാം. ഈ ഓരോ പെർപെൻഡിക്കുലർ ലൈന്റെയും ഹൈറ്റ് നമ്മൾ എഴുതുമ്പോൾ അവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യും. അതായത് ആദ്യത്തെ ലൈനിന്റെ ഹൈറ്റ്, അടുത്ത ലൈനിന്റെ ഹൈറ്റ്, അടുത്ത ലൈനിന്റെ ഹൈറ്റ്, ഇതെല്ലാം നമ്മൾ കോമയിട്ട് എഴുതുമ്പോൾ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഹിന്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അതായത് ഓരോ പെർപെൻഡിക്കുലറിന്റെയും ടോപ്പിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് നമ്മൾ വരയ്ക്കണം. അപ്പൊ അതാ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ടോപ്പിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ അതിന്റെ അടുത്ത പെർപെൻഡിക്കുലർ ലൈനിലേക്ക് വരച്ചു. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെയും വരച്ചു, അതുപോലെ ഇവിടെയും വരച്ചു. ഇനി നിങ്ങൾ ഇവിടെ നോക്കാം, ഇവിടെ നിങ്ങൾക്ക് കുറെ ട്രയാങ്കിൾസ് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ 2 ട്രയാങ്കിൾസ് എടുക്കുവാണ്. നിങ്ങൾ നോക്കാതെ ഈ ട്രയാങ്കിളിന്റെ താഴെയുള്ള ഈ സൈഡ് കണ്ടോ? ഈ സൈഡും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ താഴെയുള്ള ഈ സൈഡും എന്താണ്? സെയിം ആണ്. കാര്യം എന്താണ്? ഈ ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഈ 2 ട്രയാങ്കിളിന്റെ മാത്രമല്ല, ഈ ട്രയാങ്കിളിന്റെ എല്ലാം എന്തായിരിക്കും? ഈ താഴെയുള്ള ബേസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ എല്ലാ ട്രയാങ്കിളിന്റെയും ഇവിടെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ്. ഈ സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന എല്ലാ ട്രയാങ്കിളിലും 2 സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി നമ്മുടെ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കുക. ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ y ആയിട്ട് എടുക്കുവാണ്, ഇത്രയും ഡിസ്റ്റൻസിന്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? y തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിനെ ഞാൻ x എന്ന് വിളിക്കുവാണ്. അപ്പൊ ആദ്യത്തെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് y ആണ്. രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് y പ്ലസ് x ആണ്. ഇനി ഞാൻ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഇങ്ങനെ ഡോട്ടിട്ട് എൻഡ് വരെ ഞാൻ ഡോട്ട് ഇടുവാണ്. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ പെർപെൻഡിക്കുലർ ലൈനെ ഡോട്ടിട്ട് ഇവിടം വരെ കൊണ്ടുവരുവാണ്. ഇവിടെ അതുപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ ലൈനിന്റെ ഹൈറ്റ് നിങ്ങൾ നോക്കുക. ഇത്രയും ഡിസ്റ്റൻസ് y ആണ്, ഇത്രയും ഡിസ്റ്റൻസ് x ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും? x തന്നെ വരും. കാരണം ഈ ട്രയാങ്കിളിന്റെ
ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്ത് വരും? എക്സ് വരും. ഇനി അടുത്ത ലൈനിന്റെ ഹൈറ്റ് നമുക്ക് നോക്കാം. ഇത്രയും ഡിസ്റ്റൻസ് y ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇനി ഇത്രയും ഡിസ്റ്റൻസ് എത്ര വരും? വീണ്ടും എക്സ് വരും. ഇനി ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്താണ്? വീണ്ടും എക്സ് ആണ്. ഓക്കെ, ഇനി ഈ ലൈനിന്റെ ഹൈറ്റ് നമുക്ക് നോക്കാം. ഇത്രയും ഡിസ്റ്റൻസ് y ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്, വീണ്ടും ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്, വീണ്ടും ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവിടെയും എക്സ് വരും. ഇവിടെ ആദ്യത്തെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് y ആണ്, രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് എക്സ് ആണ്, മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് എക്സ് ആണ്, അടുത്ത ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് എക്സ് ആണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ പെർപെൻഡിക്കുലർ ലൈനിന്റെയും ഹൈറ്റ് എക്സ് വെച്ച് ആഡപ്പ് ചെയ്ത് പോവുകയാണ്. അതായത് ഫസ്റ്റ് ലൈനേക്കാളും എക്സ് ഹൈറ്റ് കൂടുതലാണ് രണ്ടാമത്തെ ലൈന്. ഇനി രണ്ടാമത്തെ ലൈനേക്കാളും വീണ്ടും എക്സ് ഹൈറ്റ് കൂടുതലാണ് മൂന്നാമത്തെ ലൈന്. ഇനി ഇതിന്റെ സ്റ്റെപ്സ് നമുക്ക് എഴുതാം. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ഓരോ പെർപെൻഡിക്കുലറിന്റെയും ടോപ്പിൽ നിന്നും അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു അല്ലേ? അപ്പോൾ ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അപ്പൊ നമുക്ക് അവിടെ കുറെ ട്രയാങ്കിൾസ് കിട്ടിയല്ലോ. അതെല്ലാം എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ദ ട്രയാങ്കിൾസ് ഫോംഡ് ഇൻ ദ എബവ് ഫിഗർ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി നമ്മൾ ഓരോ പെർപെൻഡിക്കുലർ ലൈനിന്റെയും ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ, അതിന്റെ ഹൈറ്റ് എന്താണ്? y ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പെർപെൻഡിക്കുലർ ലൈൻ എഴുതാമല്ലോ. സെക്കൻഡ് പെർപെൻഡിക്കുലർ ലൈൻ അത് എത്ര വരും? y പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ y പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പെർപെൻഡിക്കുലർ ലൈൻ്റെയോ? തേർഡ് പെർപെൻഡിക്കുലർ ലൈൻ y പ്ലസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അതായത് y പ്ലസ് 2x എന്ന് എഴുതാം. അപ്പൊ ഫോർത്ത് പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് എക്സ് അതായത് y പ്ലസ് 3x. ഇനി ഫിഫ്ത്ത് പെർപെൻഡിക്കുലർ ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് 4x എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ നോക്കുക, ആദ്യത്തെ ലൈനിന്റെ ഹൈറ്റ് y, അടുത്ത ലൈനിന്റെ ഹൈറ്റ് y പ്ലസ് എക്സ്, അടുത്തത് y പ്ലസ് 2x, അടുത്തത് y പ്ലസ് 3x, അടുത്തത് y പ്ലസ് 4x. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അപ്പൊ ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്താ കിട്ടുക? എക്സ് ആ കിട്ടുക. അതാ നോക്കുക, y പ്ലസ് എക്സ് y ഞാൻ കുറയ്ക്കുവാണ്. അപ്പൊ y പ്ലസ് എക്സ് മൈനസ് y ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എക്സ് ആണ്. അതുപോലെ y പ്ലസ് 2x y പ്ലസ് എക്സ് കുറച്ചാലും നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? എക്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. സോ ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലാർസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലാർസിന്റെ ഹൈറ്റ് എല്ലാം എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പൊ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യുക. താങ്ക് യു.